ഇപ്പോൾ ബോയിലർ കേടായതിനു ശേഷമുള്ള മൂന്നാമത്തെ ദിവസം അവള് രാവിലെ തന്നെ കുളിച്ച് തണുത്ത് വിറച്ച് വരുവാണ്. ഊജുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടേഹുങ് റൂം തുറന്ന് ഇറങ്ങുന്നത്. അവൾ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത് അവൻ കാണും. അവൾ വേഗം സ്പൂൺ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഊജുവിന് ഭക്ഷണം കൊടുക്കണം, പിന്നെ തെളിവിന് ഫോട്ടോ ഇടുന്ന കാര്യം മറക്കണ്ടെന്ന് പറഞ്ഞ് പോകും. അങ്ങനെ വൈകുന്നേരം ആവും. അവള് പഴയ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കുവാണ്. അതിൽ അവളും പാർക്കും കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടാവും. അതുകൊണ്ട് അവൾക്ക് ചിരി വരും. ഇപ്പോൾ ബോയിലർ കേടായതിനു ശേഷമുള്ള നാലാമത്തെ ദിവസം ഹുഞ്ചിന് ചുമയും കുറയാണ്. അത് കേട്ടിട്ട് നീ വീണ്ടും പച്ചവെള്ളത്തിൽ കുളിച്ചു എന്ന് അവൻ ചോദിക്കും. അവള് ഓഫീസിൽ ചെല്ലും. അവിടെ വെച്ച് കൂടെയുള്ളവര് ടീം ലീഡർ ബിസിനസ് ട്രിപ്പിലാണ് ഉള്ളത്, ഇനി നാളെ വരുള്ളൂ എന്ന് പറയുന്നത് അവൾ കേൾക്കും. അവളപ്പോൾ ചിന്തിക്കുവാണ്, ഹോ ഭാഗ്യം, നാളെയെങ്കിലും എനിക്കൊന്ന് കുളിക്കാതെ വരാമല്ലോ. അങ്ങനെ ബോയിലർ കേടായതിനു ശേഷമുള്ള അഞ്ചാമത്തെ ദിവസം അവനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൾ കുളിക്കാതെ ഇറങ്ങുവാണ്. ടെഹുങ് അവളെ വിളിച്ച് നീ ഓക്കെ ആണോ, കണ്ടിട്ട് ഒരുമാതിരി ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഞാനിന്ന് കുളിച്ചില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയും. ഊജു പിന്നെ കാണാം. ഊജു ആണേ അവളുടെ നാറ്റം കാരണം മൂക്കു പൊത്തും. അതുകൊണ്ട് അവള് ചമ്മിപ്പോകും. അവള് ഓഫീസിലെത്തി നോക്കുമ്പോഴാണ് ദേ അവൻ അവിടെ ഇരിക്കുന്നു. ഹോ, ഞാനിന്ന് കുളിച്ചുമില്ല, ഇന്ന് അവൻ വരുമെന്ന് ആരറിഞ്ഞു. ഇപ്പോ വീട്ടില് ടെഹുങ് ഇരുന്ന് വൂജുവിന്റെ ഡ്രസ്സ് കഴുകിക്കൊണ്ടിരിക്കുവാണ്. ബോയിലർ ഇല്ലാതെ കൊച്ചിനെ നോക്കുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാ. കൊച്ചേർക്ക, നിനക്കിന്ന് കുളിക്കണ്ടേ? വൂജു തലയാട്ടും. അവനെ തന്നെ മണത്ത് നോക്കിയിട്ട് എനിക്കും ഒന്ന് കുളിക്കണം. അവള് ചുമച്ചു കുറച്ച് നടക്കുന്നതും അവൻ ഓർക്കും. അവൻ അലക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കുമ്പോൾ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അന്ന് അയാൾ കൊടുത്ത കാർഡ് കിട്ടും. ദിവസം 1 മില്യൺ ആയിരിക്കും പ്രതിഫലമെന്ന് പറഞ്ഞത് അവൻ ഓർക്കും. ഇപ്പോൾ ടേഹുങ്ങിന്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അവരുടെ കൂടെ വൂജു ഉണ്ട്. കൊച്ചിനെ നോക്കാൻ ഇവരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയിരിക്കുവാണ്. ടേഹുങ് ഇപ്പോൾ ആ ആളെ ചെന്ന് കാണും. നിങ്ങൾ തരുന്ന് പറഞ്ഞ 1 മില്യൺ ഇന്ന് തന്നെ തരുമല്ലോ അല്ലേ? തീർച്ചയായും, ജോലി കഴിഞ്ഞ ഉടനെ തരുന്ന് അയാൾ പറയും. തുടങ്ങുന്നതിന് മുമ്പ് നീ ഒരേയൊരു കാര്യം മാത്രം ഓർത്താൽ മതി, കൂടുതൽ സ്മാർട്ട് ആവാൻ നിൽക്കരുത്. ആമിച്ചുവിന് അതൊട്ടും ഇഷ്ടമല്ല. അവൾ എന്ത് പറഞ്ഞാലും തലകുലുക്കി കേട്ടോണ്ടിരുന്നോണം. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്ന് അവനും പറയും. അവനെ അവിടെ ഏൽപ്പിച്ചിട്ട് അയാൾ പോകും. അവനിപ്പോൾ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് ചെല്ലും. അവിടുത്തെ ലൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ആക്കി നല്ല പൊസിഷൻ നോക്കി അവൻ വെക്കും. അപ്പോഴത്തേക്ക് ആമിച്ചുവും വരും. ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓക്കെ ആണെന്ന് അവൻ പറയും. അവർ നോക്കിയിട്ട് നീ ഏതാണെന്ന് ചോദിക്കും. ഞാൻ ഇന്നിവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ വന്നതാ. പോയിക്കോ, എനിക്കിവിടെ അസിസ്റ്റന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പോവില്ല, എനിക്ക് ഇന്ന് 1 മില്യൺ കിട്ടാനുള്ളതാ. ഇപ്പോ അവിടെ ആരോ ബഹളം വെക്കുന്നത് അവർ കേൾക്കും. അടുത്ത സീനില് ആ ഫോട്ടോഷൂട്ടിന്റെ മോഡലാണ്. അവൾക്ക് ഇങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ കഴിയില്ല, ഇതിന്റെ തീം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാണ് പ്രശ്നം. ആമിച്ചു അവളോട് എന്റെ ക്യാമറയെ വിശ്വസിക്കാത്ത ആളുടെ കൂടെ ഞാനും വർക്ക് ചെയ്യില്ല. നിന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നീ എന്നെ വിശ്വസിക്കേണ്ട, എൻ്റെ ക്യാമറയെ വിശ്വസിക്കണം. ഈ നിമിഷം മുതൽ ഈ ക്യാമറ കൊണ്ട് ആളുകൾക്ക് നിന്നോടുള്ള ചിന്താഗതി ഞാൻ മാറ്റാൻ പോവുക. അങ്ങനെ ഷൂട്ട് തുടങ്ങി. അവർ പല പൊസിഷനിലും പല ആംഗിളിലും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മോഡലും സഹകരിക്കും. ഫോട്ടോസ് എല്ലാം അടിപൊളിയാണ്. നമ്മുടെ ടേഹുങ് ഒരു സ്ഥലത്ത് ലൈറ്റ് കൊണ്ടുവെക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും. അവനാണെങ്കിൽ 5 മണിക്ക് ശേഷം നാച്ചുറൽ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇതിവിടെ വെച്ച ഈവനിങ് ഷൂട്ടിന് നല്ലതായിരിക്കും എന്ന് പറയും. പിന്നെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള വേറെ എന്തൊക്കെയോ കാര്യങ്ങളും പറയും. അതെല്ലാം കേട്ടിട്ട് അവർക്ക് ഇഷ്ടാവും. പണിയെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് വരും. ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ ആമിച്ചുവിന്റെ കൂടെ വർക്ക് ചെയ്തു എന്നറിഞ്ഞ് എക്സൈറ്റഡ് ആയിരിക്കുവാണ്. അവൾ നിന്റെ റോൾ മോഡൽ ആണെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? ഈവൻ ഫോട്ടോഗ്രാഫി ഉപേക്ഷിച്ചതിന് ശേഷം അത്ര വലിയൊരു ചാൻസ് കിട്ടി. ഒരു ദിവസത്തേക്കല്ലേ, അതൊന്നുമല്ല, ഒരു സ്വപ്നമായിട്ട് കരുതിയാൽ മതി എന്ന് ടേഹുങ് പറയും. എന്നിട്ട് നാളെ ഏതായാലും ചൂടുവെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കും. ചൂടുവെള്ളമോ? അതെന്താ സംഭവം? അതൊരു നീണ്ട കഥയാ. ഒരു കൊച്ചിനെ വളർത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പോവാം കുഞ്ഞുകൂട്ടാന്ന് പറഞ്ഞ് അവൻ ഊജുവിനെ വിളിക്കും. ഊജു ആണെങ്കിൽ അവൻ ഇരുന്നുകൊണ്ടിരുന്ന സ്റ്റൂൾ എടുത്ത് പോവാൻ റെഡിയാകും. ഇപ്പോൾ ഓഫീസിൽ എല്ലാവരും പോയി. ഒടുക്കം അവളും പാർക്കും മാത്രമാവും. അവൻ അവളെ വിളിച്ചിട്ട് ഹുഞ്ചിൻ നമുക്ക് വീട്ടിൽ പോവാന്ന് പറയും. അവരൊരുമിച്ച് ലിഫ്റ്റിൽ കയറുമ്പോൾ അവൾ നിർത്താതെ ചുമക്കുന്നത് അവൻ ശ്രദ്ധിക്കും. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് അവൻ പറയും. ഇപ്പോൾ വീട്ടിൽ പൈസ എല്ലാം കൊടുത്ത് ടേഹുങ് ബോയിലർ നേരെയാക്കിയിട്ടുണ്ട്. അവൻ ഒരു ദിവസം വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് സാധനമെല്ലാം നിരന്ന് കിടക്കുവാണ്. എന്തോ ശബ്ദം കേട്ട് അവൻ ഓടിപ്പോയി നോക്കുമ്പോൾ വൂജു അവൻ്റെ റൂമിൽ കയറി പെട്ടിയിലെ സാധനമെല്ലാം എടുത്ത് വെളിയിലിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പണ്ട് അവൻ്റെ ചേട്ടൻ കൊടുത്ത ആ ക്യാമറയും ഉണ്ട്. ചേട്ടനുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് അവനത് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചതാണ്. പക്ഷേ അവനത് കഴിയാതെ വീണ്ടും തിരിച്ചെടുത്തു വെച്ചു. ഇപ്പോൾ ഹുഞ്ചിനെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പാർക്ക് ഇറക്കും. ഒരുപാട് കാലമായില്ലെന്ന് അവൻ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പിരിഞ്ഞിട്ട് 7 വർഷമായി. അവളും അതേന്ന് പറയും. ആ ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ നിന്നെ കണ്ടുമുട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
നീ എന്നെ മറന്നു പോയെന്നാ ഞാൻ കരുതിയത്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെയാണല്ലോ നീ ആക്ട് ചെയ്തത്. നിനക്ക് അതിൽ വിഷമമായോ? അവള് "ആ ആ, അങ്ങനെയല്ല." അവൻ ആവേശത്തോടെ നമുക്കൊരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം ഹുൻജിൻ എന്ന് പറയും. അവൻ പോയതിനു ശേഷം ഞാൻ പിന്നെയും അവനോട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് അവള് തലച്ചൊറിയും. അയാൾ തിരിച്ചു പോകുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കും. ഹുൻജിൻ എനിക്കെന്ന് അവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ ഫോൺ ബെല്ലടിക്കും. ഇതാരാ ഈ സമയത്തെന്ന് പറഞ്ഞ് അവളത് എടുക്കും. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും. അവൾ വന്നിട്ട് പാർക്ക്, ഞാൻ വിദേശത്ത് പഠിക്കാൻ പോവാണ്, അതുകൊണ്ട് നമുക്കിനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറയും. അവൻ അങ്ങനെ അവൻ്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയാൻ കഴിഞ്ഞില്ല. അവൾ വീട്ടിൽ വരുമ്പോൾ എല്ലാ സാധനവും വഴിയിൽ കിടപ്പുണ്ട്. ഊജു നല്ല ഉറക്കമാണ്. അവൾ അതെല്ലാം പെറുക്കിയെടുക്കുമ്പോൾ അവിടെ വെച്ചേക്ക്, ഞാൻ വൃത്തിയാക്കിക്കോളാന്ന് അവൻ പറയും. നീ എന്താ മഴ നനഞ്ഞോ? കുടയൊന്നും എടുക്കാതെയാണോ പോയതെന്ന് ചോദിക്കും. അവളാണ് ദേഷ്യപ്പെട്ട്, ഈ വീടെന്താ ഇങ്ങനെ കിടക്കുന്നേ? അത് പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ഒരിടത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഊജുവിനെ നീ എന്ത് ചെയ്തു? അവനെ സേഫ് ആയിട്ട് ഒരിടത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അവൾ വന്നിട്ട് ഇത് കോൺട്രാക്റ്റിലെ കണ്ടീഷനിലുള്ളതല്ലോ എന്ന് പറയും. കണ്ടീഷനോ? ആ, നീ വീട് വൃത്തിയാക്കി വെക്കാന്ന് പ്രോമിസ് ചെയ്തതല്ലേ? ഊജുവുമായി പുറത്ത് പോകണമെങ്കിൽ എന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തിനാ പുറത്ത് പോയതെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ നാശം പിടിച്ച വീടിന് വേണ്ടി ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. ഞാൻ ആ ക്യാമറ കൈകൊണ്ട് തൊട്ടിട്ട് 3 വർഷമായി. ക്യാമറയോ? ഞാനും ഒരു കണ്ടീഷനിലാണ് ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചത്. ആരും എൻ്റെ റൂമിൽ കടക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് ആ കൊച്ച് എൻ്റെ റൂമിൽ വരിക മാത്രമല്ല, അവൻ എൻ്റെ ക്യാമറയും പുറത്തെടുത്തു. ഹാ, അത് മറന്നേക്ക്, എല്ലാം മറന്നേക്ക്. നിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെയാ കാര്യങ്ങൾ ഇത്ര മോശമായതെന്ന് തോന്നുന്നു. ഞാൻ കാരണമോ? നീ കാരണം ഞാൻ ഓഫീസിൽ അറിയപ്പെടുന്നതേ ലോബിയിൽ സീനുണ്ടാക്കിയ പെണ്ണെന്നാ. കുറെ ദിവസമായിട്ട് എനിക്ക് ചുമയും ജലദോഷമാ, നന്നായിട്ടൊന്ന് കുളിക്കാൻ പോലും കഴിയുന്നില്ല. ആ, അതിനുവേണ്ടിയാ ഞാനിന്ന് പാർട്ട് ടൈമായി വർക്ക് ചെയ്യാൻ പോയത്. ആ കൊച്ചാണേൽ കോലം കെട്ടിരിക്കുക, വീടാണേൽ ചന്ത പോലെയാ. പിന്നെ നിന്റെ കാര്യം പറയുകയും വേണ്ട. ഞാൻ അത്ര മോശമായിട്ടുള്ളതെന്ന് നിനക്കും തോന്നുന്നുണ്ടല്ലേ? എനിക്ക് തന്നെ അതറിയാം. ഹേയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. എനിക്കൊന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ വിഷമിക്കും. നീ ആദ്യം പോയി കുളിക്കുന്ന അവൻ പറയും. അയ്യോ, തണുപ്പാണേ, എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വയ്യേ. ഞാനത് നേരെയാക്കി ഒരാളെ വിളിച്ച് ബോയിലർ ഫിക്സ് ചെയ്തു. ശരിക്കെന്ന് പറഞ്ഞ് അവളത് പരിശോധിക്കും. ഇപ്പോൾ അവൾ കുളിച്ച് റെഡിയായി വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിരിക്കും. അവനൊരു ബിയർ ബോട്ടിൽ അവൾക്ക് കൊടുക്കും. എനിക്ക് സോജു വേണമെന്നാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അവളപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് താഴെ നിന്ന് ഒരു വൈൻ ബോട്ടിൽ എടുത്തുകൊണ്ട് വരും. സോജു ഇല്ലായിരിക്കും, പക്ഷേ ഇതൊരു പ്രീമിയം വൈനാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ കുടിക്കാൻ തുടങ്ങും. അവൾ അവനോട് ബോയിലർ നേരെയാക്കിയതിന് താങ്ക് യു പറയും. എനിക്ക് ഫൈനലി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കാൻ പറ്റി, അത് തന്നെ ആശ്വാസം. പക്ഷേ നിനക്കിവിടുന്ന് പണം കിട്ടിയേ? നീ പാപ്പരാണെന്നാണ് ഞാൻ വിചാരിച്ചേ. ഹേയ്, ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് അത്രയും പൈസ ഉണ്ടാക്കിയേ, എന്നെ കൊച്ചാക്കി കാണണ്ട. അങ്ങനെ പിറ്റേ ദിവസമായി ഒരുപാട് വൈൻ ബോട്ടിലും ബിയർ ബോട്ടിലും കാലിയായി കിടക്കുന്നത് കാണാം. നേരെ റൂമിലേക്ക് ചെന്നാൽ അവിടെ അവൻ മൂടി പൊതിച്ച് കിടപ്പുണ്ട്. ഫോണിൽ അലാറം അടിക്കും. ഒച്ച കേട്ട് അവനതെടുത്ത് ഓഫാക്കി വെക്കും. അവൻ നേരെ തിരിഞ്ഞു കിടക്കുമ്പോൾ അടുത്ത് വേറൊരാൾ ഉള്ളതുപോലെ തോന്നും. അവൻ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ദേ ഹുൻജിൻ അവിടെ കിടക്കുന്നു. ഉറക്കച്ചെടുവിൽ വെളിവില്ലാതെ ഹായ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് അവൻ അവിടെ തന്നെ കിടക്കും. അപ്പോൾ നേരം വെളുത്തോന്ന് ചോദിച്ച് അവൾ കണ്ണ് തിരുമ്മി എഴുന്നേൽക്കും. പെട്ടെന്നാണ് അവനും ബോധം വരുന്നത്. അവർ രണ്ടും ഒരുമിച്ച് കിടക്കുന്ന അറിഞ്ഞിട്ട് നിലവിളിച്ച് എഴുന്നേൽക്കും. രണ്ടുപേരും വലിയ വായിൽ കാറും. ഭൂജീതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കും. ഇവിടെ വെച്ച് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.